എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പായസമാണ്. സേമിയ പായസം ഉണ്ടാക്കാനായി ആദ്യം നമുക്ക് കശുവണ്ടിയും ഉണക്കമുന്തിരിയും വറുത്തെടുക്കാം. ഒരു കുഴിഞ്ഞ പാത്രം ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് കശുവണ്ടി ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ വറുത്ത് കോരുക. അതിനുശേഷം കുറച്ച് ഉണക്കമുന്തിരിയും ഇട്ട് വറുത്ത് കോരുക. ഉണക്കമുന്തിരി വീർത്ത് വരുമ്പോൾ കോരിയെടുക്കണം. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഉണക്കമുന്തിരിയുടെയും കശുവണ്ടിയുടെയും എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ബാക്കി വന്ന നെയ്യിലേക്ക് 1 കപ്പ് സേമിയ ഇട്ട് ഏതാനും സെക്കൻഡ് ചൂടാക്കുക. ഞാൻ എടുത്തത് പാക്കറ്റിൽ കിട്ടുന്ന റോസ്റ്റ് ചെയ്ത സേമിയയാണ്. അതുകൊണ്ട് ചൂടാക്കിയാൽ മതിയാകും. റോസ്റ്റ് ചെയ്യാത്ത സേമിയയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ലോ ഫ്ലെയിമിൽ ഗോൾഡൻ ബ്രൗൺ ആകും വരെ വറുക്കണം. ഇനി സേമിയയിലേക്ക് 1 ലിറ്റർ പാലൊഴിക്കുക. കൂടെ 1/2 ലിറ്റർ വെള്ളം കൂടി ചേർക്കുക. മധുരത്തിന് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി സേമിയ പാലിൽ നന്നായിട്ട് വേവിക്കുക. തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പായസത്തിൻ്റെ മുകളിൽ പാടയുണ്ടാകും. പായസം ഏകദേശം റെഡിയായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് 1 മിനിറ്റ് വീണ്ടും ഇളക്കുക. അതിനുശേഷം വറുത്തു വെച്ചിരിക്കുന്ന കശുവണ്ടിയും ഉണക്കമുന്തിരിയും ചേർത്ത് ഏതാനും സെക്കൻഡുകൾ കൂടി ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്യുക. പായസം കുറുകിപ്പോരുത്. ഇരിക്കും തോറും വീണ്ടും പായസം കുറുകും. അതനുസരിച്ച് വേണം ഗ്യാസ് ഓഫ് ചെയ്യാൻ. അതുപോലെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് 1-2 മിനിറ്റ് കൂടി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കാതിരുന്നാൽ പായസത്തിൻ്റെ മുകളിൽ പാട കെട്ടും. ഈ പായസം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.